തിരുവനന്തപുരത്ത് കമലേശ്വരത്ത് ഒരു കർഷകനെ നമ്മൾ കണ്ടായിരുന്നു. അക്കൗണ്ട്സ് ജനറൽ ഓഫീസ് ഉദ്യോഗസ്ഥനാണ്. അയാൾ വീടിന് മോളി ഏജീസ് ഓഫീസിലെ അസിസ്റ്റന്റ് ഓഡിറ്റർ ജനറൽ ജതിൻ വീട്ടിൽ കഞ്ചാവ് നട്ട് വളർത്താണ്. കഞ്ചാവ് കൃഷിയായിരുന്നു അവിടെ. അപ്പോൾ സ്ക്വാഡ് നടത്തിയ പരിശോധനയാണ് പിടിയിലായത്. വീടിന്റെ ടെറസിൽ നട്ടു വളർത്തിയ നിലയിലാണ് കഞ്ചാവ് ജോഡികൾ കണ്ടെത്തിയത്. ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. അപ്പോൾ ശ്രീകാന്ത്, അപ്പോൾ ഈ അക്കൗണ്ട്സ് ജനറൽ പുള്ളി അസിസ്റ്റന്റ് ഓഡിറ്റ് മാത്രമല്ല, നല്ല കൃഷിക്കാരനുമാണ്. ഗുഡ് മോർണിംഗ് ശ്രീകാന്ത്. വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി. ഇത് ഹാഷ്മി പറഞ്ഞതുപോലെ അദ്ദേഹം കുറച്ച് വില കൂടിയ കർഷകനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ചുമതലയും കുറച്ച് ഉയർന്ന ചുമതലയാണ്. അതോടൊപ്പം അദ്ദേഹം നട്ട ചെടിയും ഒരല്പം വില കൂടിയ സാധനമാണ്. അതായത് കഞ്ചാവ് കൃഷി ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, തിരുവനന്തപുരം കമലേശ്വരത്തെ വീട്ടിലാണ് അദ്ദേഹം ഈ കഞ്ചാവ് ചെടി നട്ടു വളർത്തിയത്. അക്കൗണ്ട്സ് ഓഫീസ് അക്കൗണ്ടന്റ് ജനറൽ ഓഫീസിലെ ഈ ഉദ്യോഗസ്ഥനാണ് ഈ രീതിയിൽ കഞ്ചാവ് നട്ടു വളർത്തിയത്. അയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് ഈ വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ. ഏജീസ് ഓഫീസിലെ അസിസ്റ്റന്റ് ഓഡിറ്റർ ഓഫീസറാണ് ഈ ജതിൻ എന്ന് പറയുന്ന വ്യക്തി. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡാണ് ഇന്നലെ വൈകുന്നേരം ഇയാളെ പിടികൂടുന്നത്. വീടിൻ്റെ ടെറസിലാണ് ഈ നട്ടു വളർത്തിയ നിലയിൽ കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. അക്കൗണ്ട്സ് ജനറൽ ഓഫീസിലെ ഉദ്യോഗസ്ഥരായ മറ്റ് 2 സുഹൃത്തുക്കൾക്കൊപ്പമാണ് ഈ രാജസ്ഥാൻ സ്വദേശിയായ ജതിൻ കമലേശ്വരത്ത് താമസിക്കുന്നത്. കഞ്ചാവ് ചെടികൾക്കൊപ്പം പരിപാലിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങളും 2 പാക്കറ്റ് കഞ്ചാവ് വിത്തുകളും ജതിൻ്റെ മുറിയിൽ നിന്നും എക്സൈസ് സംഘം കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. അതായത് തനിക്ക് വേണ്ട സാധനം സ്വയം തന്നെ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുക എന്ന രീതിയാണ് അദ്ദേഹം പിന്തുടർന്ന് പോന്നിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും എക്സൈസ് ആ പരിപാടി അങ്ങ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ശ്രീകാന്താണ്